സഹോദരി സഹോദരന്മാരെ, ദ ലാൻഡ് ഓഫ് മോസസ് ഇൻ സൗദി അറേബ്യ എന്ന ദൃശ്യ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. മോശെ മിദ്യാനിലെ 40 വർഷക്കാലത്തെ മരുഭൂമിയിലെ വാസത്തിനു ശേഷം ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് വെറുമൊരു കഥയാണ് എന്ന്? ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചരിത്ര സംഭവമാണ് ഞങ്ങൾ കഥയായും എല്ലാവിധ തെളിവുകളോടും കൂടെ നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവരുന്നത്. 40 വർഷം മുമ്പ് ഫറവോനും മിസ്രൈമ്യർക്കും തന്നോട് കത്തിജ്വലിച്ച കോപത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഉള്ളിൽ ഭയം തോന്നിയെങ്കിലും മോശയും അഹരോനും ഈജിപ്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഹോരേബിൽ വെച്ച് ദൈവവുമായി കണ്ടുമുട്ടിയതിനു ശേഷം മോശെ തന്റെ അമ്മായപ്പന്റെ അടുക്കൽ വന്നിട്ട് ഈജിപ്തിൽ തന്റെ സഹോദരന്മാരെ കാണാൻ ആഗ്രഹിക്കുന്ന വിവരം അറിയിച്ചു. ഇത്രോയുടെ അനുഗ്രഹത്തോടെ തന്റെ സഹോദരനായ അഹരോനും ഒരുമിച്ച് ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചു. അവർ ഗോഷൻ ദേശത്തെത്തിയ ശേഷം ദൈവം മിദ്യാനിലെ ഹോരേബിൽ വെച്ച് നൽകിയ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ മൂപ്പന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി ദൈവം മോശയോട് ഇടപെട്ട വിധങ്ങളെ അവരെ അറിയിച്ചു. അവർ വിശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവം മോശയ്ക്ക് നൽകിയ അടയാളങ്ങൾ ജനത്തിന്റെ മുമ്പിൽ കാണിക്കുകയുണ്ടായി. അപ്പോൾ ജനം വിശ്വസിച്ചു. യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചുവെന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചുവെന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. അതിനുശേഷം രാജാവിന് നൽകേണ്ട ദൂതുമായി അവർ രണ്ടുപേരും ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. അവർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു. അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ യഹോവയ്ക്ക് യാഗം നടത്തുവാൻ 3 ദിവസത്തേക്ക് ജനത്തെ വിട്ടയക്കണം. എന്നാൽ രാജാവ് കോപം കൊണ്ട് വിറച്ചു. അവരെ വിട്ടയപ്പാൻ കൂട്ടാക്കിയതുമില്ല. അതിനു പകരം അവരുടെ ജോലി കുറെ കൂടി വേദനാജനകവും കഷ്ടപ്പാടും നിറഞ്ഞതാക്കി. എന്നാൽ മോശയും അഹരോനും വീണ്ടും ശക്തനായ രാജാവിന്റെ മുമ്പാകെ ദൈവത്തിന്റെ നിർദ്ദേശവുമായി കടന്നു ചെന്നു. ദൈവിക അധികാരത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന തെളിവിനായി എന്ത് അത്ഭുത പ്രവൃത്തി ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ മോശയും അഹരോനും 10 അത്ഭുത പ്രവൃത്തികൾ ഫറവോന്റെ മുമ്പാകെ ചെയ്തു. അതായിരുന്നു 10 പ്ലേഗ്സ് അല്ലെങ്കിൽ 10 ബാധകൾ. ഒന്നിനു പുറകെ ഒന്നായി ദൈവം അയച്ച ബാധകൾ ഏതെല്ലാമാണ് എന്ന് നമുക്ക് കേൾക്കാം. രാജാവ് പവിത്രമായി കരുതിയിരുന്നതും ഈജിപ്തിലെ ജനങ്ങളുടെ ആഹാരത്തിന്റെയും സമ്പത്തിന്റെയും പ്രധാന ഭാഗമായിരുന്ന കരകവിഞ്ഞൊഴുകുന്ന നൈൽ നദിയെ വടികൊണ്ടടിച്ചപ്പോൾ രക്തമായി മാറി. വീണ്ടും വെള്ളത്തിന്മേൽ വടി നീട്ടിയപ്പോൾ നദിയിൽ നിന്നും തവളകൾ പുറത്തേക്ക് വന്നു. ദേശത്തും വീടുകളിലും തവളകൾ കൊണ്ട് നിറഞ്ഞു. ദൈവത്തിന്റെ നിർദ്ദേശത്താൽ അഹരോൻ വടിയോടുകൂടെ കൈനീട്ടി. ഈജിപ്തിൽ എല്ലായിടവും നിലത്തിലെ പൊടിയെല്ലാം പേനായി തീർന്നു. വലിപ്പമുള്ളതും വിഷമുള്ളതുമായ നായീച്ച നിലത്തിലെ പൊടിയിലും വീടുകളിലും നിറഞ്ഞു. പിടിവാശി മൂലമുള്ള മത്സരത്താൽ രാജാവ് ഹൃദയം കഠിനപ്പെടുത്തി. അതിന്റെ ഫലമായി ഭീകരമായ പ്രഹരമുണ്ടായി. ദേശത്തുള്ള പശുക്കൾ, കാള, ആട്, കുതിര, ഒട്ടകം, കഴുത തുടങ്ങിയ മൃഗങ്ങളെല്ലാം ചത്തുപോയി. 6ാമതായി വന്ന ബാധ വളരെ വേദന നിറഞ്ഞതായിരുന്നു. എല്ലാ മൃഗങ്ങളുടെ മേലും മനുഷ്യരുടെ മേലും പുണ്ണായി പൊങ്ങുന്ന പരുക്കളും വ്രണങ്ങളും ഉണ്ടായി. പിന്നീട് ഫറവോനെ ഭയപ്പെടുത്തിയത് കൽമഴയുടെ ബാധയായിരുന്നു. മുൻപൊന്നും വന്നിട്ടില്ലാത്തതുപോലെ കൊടുങ്കാറ്റും ഇടിനാദവും കൽമഴയും തീയും ഇടകലർന്നുണ്ടായി. രാജാവിനെയും വഴങ്ങാതിരുന്നതിനാൽ വെട്ടുക്കിളെ അയക്കുകയും സസ്യങ്ങളൊക്കെ നശിച്ചു. ജനങ്ങളുടെ വീടുകൾ മാത്രമല്ല, രാജാവിന്റെ കൊട്ടാരത്തിനകത്തും ഉപദ്രവമുണ്ടായി. ഈജിപ്തിലെ ജനങ്ങളെല്ലാം നിരാശയിലായി. അവരുടെ മേൽ വീണ ഈ മഹാവിപത്ത് സഹിക്കാവുന്നതിലും അധികമായിരുന്നു. ഫറവോനെ ദൈവത്തിന്റെ പ്രതിനിധിയായി ആരാധിച്ചിരുന്ന ജനങ്ങൾ അവരുടെ ഭാവിയെ ഓർത്ത് ഭയപ്പെട്ടു തുടങ്ങി. എന്നാൽ രാജാവിന് ഒരു മാറ്റവും ഉണ്ടായില്ല. പെട്ടെന്നൊരു ഇരുട്ട് ദേശത്തുണ്ടായി. 3 ദിവസം നീണ്ടു നിന്ന കൂരിരുട്ട്. മിസ്രൈമ്യരുടെ ആരാധന വസ്തുക്കളായിരുന്ന സൂര്യനും ചന്ദ്രനും വെളിച്ചം നൽകാനാവാതെ നിശ്ചലമായി. ഈ 9 ബാധകൾ അയച്ചപ്പോഴും രാജാവ് ഇസ്രായേൽ ജനത്തെ വിടുവാൻ കൂട്ടാക്കിയില്ല. മോശെ വീണ്ടും രാജാവിന്റെ മുമ്പിൽ ചെല്ലുന്നത് രാജാവ് വിലക്കിയിരുന്നു. ഭയാനകമായ മുന്നറിയിപ്പാണ് ദൈവം രാജാവിന് നൽകിയത്. ലോകത്തെ ആകമാന ക്രിസ്ത്യാനികൾ പെസഹ ആഘോഷിക്കുന്നുണ്ട്. എന്താണ് പെസഹ ആഘോഷവും 10ാമത്തെ ബാധയായ ഭയാനകമായ മുന്നറിയിപ്പും തമ്മിലുള്ള ബന്ധം എന്നറിയുവാൻ ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുവാൻ മറക്കരുത്.